നമസ്കാരം. ബിഗ് ബോസ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം പ്രൊമോയിൽ കണ്ട ആദില അനുമോൾ അടിയുടെ ചുരുള് അഴിയുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. അനുമോൾ പറയുന്നിടത്താണോ ന്യായം, ഇവർ പറയുന്നിടത്താണോ ന്യായം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് കറി എല്ലാവർക്കും ഒരുപോലെ വിളമ്പി തീർക്കണം, എല്ലാവരുടെയും റേഷനാണ്, അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. ചോറ് ആവശ്യമുള്ളവർ പിന്നെ വന്നെടുത്ത് ആ കറി കൂട്ടി കഴിച്ചോട്ടെ. ചോറ് കൂടുതൽ വേണ്ടവർ പിന്നീട് ആ കറി അവർ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിച്ചോളും. അനുമോൾ പറയുന്നത് ഇതാണ്, ചോറ് രണ്ടാമത് ചോദിച്ചു വരുന്നവർക്ക് കറി വേണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ആ കറി മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങളിതിൽ ആരുടെ ഭാഗത്താണെന്ന് കമൻറ്റ് ചെയ്യാമോ? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ നമ്മുടെ അടുക്കളയിൽ കാണിക്കാറുണ്ട് അല്ലേ. ചോറ് നമ്മുടെ വീട്ടിൽ അങ്ങനെ റേഷനൊന്നും അല്ലല്ലോ, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആവശ്യത്തിന് ചോറ് കൊടുക്കും, അതിനനുസരിച്ച് നമ്മൾ കറി വിളമ്പും. പിന്നെ രണ്ടാമത് ചിലപ്പം അവർ ചോറ് വന്ന് ചോദിക്കുമ്പം കറി ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ സംഭവിക്കാറ് അല്ലേ. ചിലപ്പോൾ മീൻ കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പം കൂടുതൽ ചോദിച്ചെന്നിരിക്കും, നമ്മൾ കൂടുതൽ കൊടുത്തെന്നിരിക്കും, ഇല്ലെങ്കിൽ കൊടുത്തില്ലെന്ന് പറയും, ഉള്ളത് വെച്ച് കഴിക്കണമെന്നൊക്കെ പറയും. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈ സാബുമാനെ സംബന്ധിച്ച് സാബുമാൻ പ്രോട്ടീൻ വേണ്ടതുകൊണ്ട് ചെറുപയർ കറിയാണ്, അത് ഏറെ വേണം, ചോറ് ശകലം മതി, ചോറ് ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഇപ്പം എല്ലാം സത്യം പറഞ്ഞാൽ ഒരു നിമിഷം മതി എല്ലാം തകിടം പറയാനുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ഏറ്റവും കൂടുതൽ കുറ്റം ഏറ്റെടുത്ത നെവിൻ വീണ്ടും കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ്. അനുമോൾ സ്വാഭാവികമായിട്ടും അനുമോൾ എന്നും പറഞ്ഞല്ലോ, ഞാൻ ഇനി കിച്ചണിലില്ല എന്നും പറഞ്ഞ് അനുമോൾ പറയും. ഇപ്പം 4 or 5 പ്രാവശ്യമാണ് അനുമോൾ കിച്ചണിൽ ഇതുപോലെ കയറിയിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആര്യൻ ഉള്ളപ്പം, അക്ബർ ഉള്ളപ്പം, ഷാനവാസ് ഉള്ളപ്പം, അങ്ങനെ പല പ്രാവശ്യമായിട്ട് 4 or 5 തവണയാണ് ഇതുപോലെ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഒരു പ്രാവശ്യവും അപ്പം ഇനിയിപ്പം നല്ല നീറ്റായിട്ട് പോകുകയാണെന്നൊക്കെ ഷാനവാസും അതുപോലെ തന്നെ അക്ബർ അവിടെ നിന്നൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. അനുമോൾ എന്താ വഴക്ക് നിർത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോമഡി ഗാനമൊക്കെ അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. അനുമോൾ ക്യൂട്ട്നെസ് വിതറി ആൾക്കാരെ കയ്യിലെടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഒക്കെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. അതിനെല്ലാം മറുപടിയായിട്ട് അതിഭയങ്കരം അതിലയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്. അനുമോൾക്ക് ചെയ്യേണ്ട കാര്യം, അനുമോൾ മുട്ട പൊരിക്കാൻ പോയ അനുമോളാണ് തിരിച്ചു വന്ന് പാത്രത്തെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാകുന്നു, കുറച്ച് കറിയൊക്കെ പുറത്തു പോകുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം കുറ്റം പറഞ്ഞപ്പം അക്ബർ വന്ന് കറക്റ്റായിട്ടൊരു പോയിന്റ് ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ, കഴിഞ്ഞ ആഴ്ച ചോറ് അധികം വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ അളന്നല്ലേ ഇട്ടത്, അതിനാണല്ലോ ഞങ്ങളെ കുറ്റം പറഞ്ഞത്. അപ്പം ആദില പറയുന്നത്, അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കഴിക്കാത്ത ചോറാണ് അന്ന് അധികം വന്നതെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഈ വെക്കാൻ പോകുന്ന പോലെ തന്നെ അതും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ചോദ്യം തന്നെയാണ് അല്ലേ. എന്തായാലും കൊള്ളാം, എല്ലാം തകിടം പറഞ്ഞു, കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ.